പലപ്പോഴും നമ്മൾ രണ്ടടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരടി പുറകോട്ട് വയ്ക്കാനായിട്ട് മടിക്കാതിരിക്കുന്നതാണ് നല്ലത്. പല കാര്യങ്ങളിലും നമ്മൾ ഞാൻ പിടിച്ച മുയലിന് രണ്ട് കൊമ്പ് എന്ന ചിന്തയോടുകൂടി വഴക്കുണ്ടാക്കി പ്രശ്നങ്ങളുമായിട്ട് പോകുന്നതിനേക്കാളും അല്പം പുറകോട്ട് വയ്ക്കുക. മനസ്സിലായോ? ഭർത്താവ് പറയുകയാണ് നമ്മുടെ പശുക്കിടാവിനെ അങ്ങ് വിൽക്കാം. ഇപ്പോൾ ഭാര്യ പറയും വേണ്ട. മക്കളും പറയും പിന്നെ എന്നതാ പശുക്കിടാവിനെ വിറ്റിട്ട് നല്ല ഒരു ഫോൺ മേടിക്കണം. ഇങ്ങനെ പല ആശയങ്ങൾ വരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക, രണ്ടടി പുറകോട്ട് വയ്ക്കുക. എന്നിട്ട് വ്യക്തമായ തരത്തിലൂടെ പതുക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി പിറ്റത്തെ ഞായറാഴ്ചത്തേക്ക് ചർച്ച വയ്ക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറച്ചുകൂടെ പക്വമായ തരത്തിലൊരു വികാര തരത്തിൽ ചെയ്യുന്നതിനേക്കാളും നമുക്ക് പശുക്കിടാവിനെ അങ്ങ് വിറ്റിട്ട് ഒരു പശുവിനെ മേടിക്കാം. പിന്നെ എന്നതാണ് അതിൽ നിന്ന് ഇച്ചിരി പാലും കൂടി ഉണ്ടാകുന്ന സമയത്ത് മൊബൈലൊക്കെ മേടിക്കാം എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ചില കാര്യങ്ങൾക്ക് നമ്മൾ കട്ടായം പറയുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നത് അല്പം ഒന്ന് ശാന്തമായി നിർത്തിയതിന് ശേഷം പിന്നീട് ശാന്തമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പലരും വിജയിച്ചിട്ടുള്ളത് രണ്ടടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരടി പുറകോട്ട് വയ്ക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ വിജയിക്കും. ശാന്തമായിട്ടും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് മനക്കരുത്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതിന് ഒന്ന് സാവകാശം കിട്ടുന്നു, രണ്ട് ബോധ്യപ്പെടുത്താനുള്ള അവസരം കിട്ടുന്നു, മൂന്ന് നമ്മുടെ ആശയത്തിൽ നിന്ന് നമ്മൾ വ്യതിചലിച്ച് പോകാതെ കൊണ്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ആദ്യം ഞാൻ വൈദികനായതിനു ശേഷം എനിക്ക് കോളനികളിൽ ചേരികളിൽ പാവപ്പെട്ടവരിടയിൽ പ്രവർത്തിക്കുന്നതിനായിരുന്നു ആഗ്രഹം. അപ്പോൾ സഭയിൽ നിന്ന് പറഞ്ഞു അത് ഇപ്പോൾ പറ്റത്തില്ല, ഇത്രയും കൊച്ചച്ഛൻ ഇങ്ങനെ ചെറുപ്പതി ധർമ്മക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങുന്ന ഭംഗിയാകുകയില്ല. ഞാൻ രണ്ടടി പുറകോട്ട് വെച്ചു. അത് കഴിഞ്ഞിട്ട് പോയി പിന്നെ വീണ്ടും രണ്ട് പള്ളികൾ നോക്കി, തിരുവനന്തപുരത്ത് രണ്ട് പള്ളികൾ നോക്കി തിരിച്ചു വന്നു. വീണ്ടും ഞാൻ പറഞ്ഞു എനിക്ക് പാവപ്പെട്ടവരിടയിൽ പ്രവർത്തിക്കാൻ. അപ്പോൾ അനുവാദം കിട്ടി. അപ്പോൾ രണ്ടടി പുറകോട്ട് വെച്ചതിലൂടെ എനിക്ക് സോഷ്യോളജിയിൽ MA എടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ സൈക്കോളജി പഠിക്കാൻ സാധിച്ചു. ഇങ്ങനെയൊക്കെയുള്ള തലങ്ങൾ 3-4 വർഷം കൊണ്ട് നമ്മൾ നേടിയെടുത്തതിന് ശേഷം നമുക്ക് പാവപ്പെട്ടവരിടയിൽ പ്രവർത്തിച്ചു. ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് വീട് പണിതു, 2 സ്ഥാപനങ്ങൾ തുടങ്ങി, സോഷ്യൽ സെൻറ്റർ തുടങ്ങി, മാനസിക പ്രശ്നങ്ങളുള്ളവർക്കും മദ്യപർക്കും വേണ്ടിയുള്ളൊരു സെൻറ്റർ തുടങ്ങി. അപ്പോൾ അങ്ങനെ അനേകം പേരെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു. അപ്പോൾ ഈ ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. ഞാൻ പിടിച്ച മുയലിന് 2 കൊമ്പെന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്ന് പുറകോട്ട് വെച്ചുകൊണ്ട് രണ്ടടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒരടി പുറകോട്ട് വെച്ചുകൊണ്ട് നമ്മുടെ ആദർശങ്ങളെ കളയാതെ കൊണ്ട് മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.